നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. മഹാഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം കിട്ടുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. സ്വയം പുകഴ്ത്തുന്നത് മര്യാദകേടാണ്, ശരി. പക്ഷേ ഞാൻ പറയാതെ എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ അറിയുന്നത്? ഒരു പരീക്ഷണത്തിന് വേണ്ടി ഒരു 2 മാസം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ലോട്ടറി അടിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, പണം മാത്രമല്ല, ഭാഗ്യം. ഭാഗ്യത്തിന് പല രൂപങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അതുണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ ശത്രുക്കളെ എങ്ങനെ നേരിടണം, അതുവഴി നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ശരിക്കും കുറേ കാര്യങ്ങൾ പറയാം. അതായത് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ നിങ്ങൾ ശത്രുക്കളാവുന്ന നിരവധി പേരുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുന്നത്. 64 വയസ്സുണ്ട് എനിക്ക്. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഈ ടിപ്പ് പറഞ്ഞു തരുന്നത്. അതായത് തീർച്ചയായിട്ടും ഇവർ പ്രത്യേകിച്ച് പൊതുവെയുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നിയതമായ അല്ലെങ്കിൽ വ്യതിരിക്തമായ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലായിട്ടുള്ള അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഗണ്യമായ കാരണമില്ലാതെ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകാറുണ്ട്, എനിക്കുണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, ഇവരൊക്കെ ഒരു അമോൽ ബേബികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഒരാൾ നമ്മളെ വെറുക്കുകയും എന്തെങ്കിലുമൊക്കെ തരത്തിൽ നമ്മളെ വിമർശിക്കുകയും കണ്ണുമടച്ചങ്ങ് വിമർശിക്കുക, അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ നടത്തുന്നവർ യഥാർത്ഥത്തിൽ മെച്യൂർഡ് അല്ലാത്ത ആൾക്കാരാണ്, പക്വതയില്ലാത്ത ആൾക്കാരാണ്, അമൂൽ ബേബികളാണ്, ഇള്ള കുഞ്ഞുങ്ങളാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഓക്കെ, കാരണം ഒരാളെ നമ്മൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ എതിർക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് തിരിച്ചടി ഉണ്ടാവും. കാരണം ടു എവറി ആക്ഷൻ ദർ വിൽ ബി ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് ഈ പ്രപഞ്ച നിയമമാണ്, ന്യൂട്ടൻ്റെ ചലന നിയമം മാത്രമല്ല. ക്രിസ്തുദേവൻ പറയുന്നു, ചെകുറ്റിക്ക് ഒരു അടി കിട്ടി കഴിഞ്ഞാൽ മറ്റേ ചെകിടും കൂടെ കാണിച്ചു കൊടുക്കുക. ഗാന്ധിജി അങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. അതിൻ്റെ ഒരു ബേസിക് കാരണം ഇതാണ്, നമ്മൾ എന്തെങ്കിലും തിരിച്ചു ചെയ്തില്ലെങ്കിലും അവർക്ക് പണി കിട്ടുക തന്നെ ചെയ്യും. എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന അതാണ്. എന്നെ ഏതെങ്കിലും തരത്തിലൊക്കെ ശത്രുഭാവത്തിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അങ്ങനെയുള്ളവരെ ഞാൻ പറയുന്നത് ചുമ്മാ ശത്രുക്കളാണെന്ന്. അവരുടെ ഹോബിയാണ്, അവരുടെ നിയോഗമാണ് ഈ പറയുന്ന വല്ലവരെയൊക്കെ ചൊറിയുക, പാര വെക്കുക, അങ്ങനെയൊക്കെ ഉള്ളത്. അവരുടെ നിയോഗം അവർ നന്നായിട്ട് നിർവഹിക്കട്ടെ, വിജയകരമായിട്ട് പൂർത്തിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരനായിട്ട് അതിന് അവർക്ക് പണി കൊടുത്തോളും. ഇപ്പോൾ എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. ഒരു ഏറ്റവും കുറഞ്ഞ 1000 അനുഭവങ്ങൾ നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്നത് ഇതാണ്, അവരെ കുഞ്ഞുങ്ങളെപ്പോലെ കൈകാര്യം ചെയ്യുക. ഒരു 2 വയസ്സുള്ള ഒരാൾ വന്ന്, ഒരു കുട്ടി വന്ന് നമ്മുടെ ചൗകുറ്റിക്ക് ഒരു അടി എന്ത് ചെയ്യും, നമ്മൾ പിടിച്ചൊരു ഉമ്മ കൊടുക്കും. ഞാൻ ചെയ്യാറുള്ള ഓക്കെ. അതുപോലെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളെ പോലെ സ്നേഹിക്കണമെന്നാണ് ക്രിസ്തുദേവൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് അത് മാത്രം പോരാ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരോട് സഹതപിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായി തന്നെ ചെയ്യും, 100% ഉറപ്പാണ്. ഇപ്പോൾ നെല്ല് വിതച്ചാൽ നമുക്ക് ഗോതമ്പ് കൊയ്യാൻ ഒക്കത്തില്ല. നിങ്ങൾ വിതയ്ക്കുന്നത് എന്താണ്? നന്മയാണോ വിതയ്ക്കുന്നത്? ഒരു സംശയവും വേണ്ട, ഡയറക്റ്റ് ഓപ്പോസിറ്റായിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. എൻ്റെ അനുഭവം തന്നെ ഞാൻ ഒരുപാടെണ്ണം ഉണ്ട്, എല്ലാം കൂടെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അവർ നന്നാവുമെന്ന് വിചാരിച്ചിട്ടല്ല ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്, മറിച്ച് അവർ അതൊന്നും അങ്ങനെ ഈ പ്രത്യേകിച്ച് കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു കാരണമില്ലാതെ നമ്മളെ എതിർക്കുന്ന ആൾക്കാരെ ബോധ്യപ്പെടുത്താനോ ഒന്നും
നമ്മൾ സമയം ചിലവാക്കേണ്ട കാര്യമില്ലെന്ന്. കാരണം നമ്മുടെ നിയോഗം അതല്ല, വേറെയൊക്കെ ഘനഗംഭീരമായ നിയോഗങ്ങൾ ലോകത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് പറയാമെങ്കിൽ അരമണിക്കൂർ പിന്നെയും ഞാൻ സംസാരിക്കും. എന്തായാലും ഞാൻ പറയുന്നത്, ഈ ശത്രുക്കൾക്ക് സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. നമ്മളെ പാരവയ്ക്കുകയും ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. പറ്റുമെങ്കിൽ കുറച്ച് ചോക്ലേറ്റ്, ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കത്തില്ല, അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുക. അത് തന്നെ 80 രൂപയുടെയും 70 രൂപയുടെയും ബിരിയാണിയല്ല, നല്ല ഒന്നാം തരം ക്വാളിറ്റി അരി കൊണ്ട് ചെയ്ത നല്ല ഒന്നാം തരം 170, 200, 250 രൂപയുടെയൊക്കെ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുക. ഒക്കെ എന്നിട്ട് പറയണം, നിങ്ങളുടെ നിയോഗം വിജയകരമായിട്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ ഒരു 35 വർഷമായിട്ട്, എനിക്ക് 64 വയസ്സുണ്ട്, ഏതാണ്ട് 35 വർഷമായിട്ട് ഞാൻ പൊതു ജീവിതം എന്ന് പറയുമ്പോൾ ബിസിനസ്സും മറ്റു കാര്യങ്ങളെല്ലാം ഒഫീഷ്യലായിട്ട് തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം 35 വർഷമായി. ഇതിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം, അതായത് സംഭവം ഇതാണ്, എനിക്കെതിരെ ശത്രുഭാഗത്ത് നിന്നിട്ടുള്ള മുഴുവൻ പേരും 100% പേർക്കും പണി കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒന്നും രണ്ടുമല്ല, ഒരു 10,000 പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറയുന്നില്ല. പകരം മനോരമ പത്രക്കാരൻ, മനോരമ ഓക്കെ ചെയ്ത ഒരു കർമ്മം, അതായത് ശ്രീ വി സാംബശിവൻ കഥാപ്രസംഗത്തിനിടയ്ക്ക് രാഷ്ട്രീയമൊക്കെ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണെന്ന് തോന്നുന്നു, അദ്ദേഹം ഈ കഥാപ്രസംഗത്തിനിടയ്ക്ക് ഒരു തമാശ രൂപത്തിൽ അവതരിപ്പിക്കുന്നൊരു ഭാഗമുണ്ട്. അതായത് ഏതോ റെയിൽവേ സ്റ്റേഷനിലോ മറ്റോ നടക്കുന്ന സംഭവമായിട്ടാണ് അദ്ദേഹം കഥയുമായിട്ട് കണക്ട് ചെയ്ത് അത് പറയുന്നത്. അതായത് അദ്ദേഹം പറയുന്നതാണ്, പത്രം മനോരമ പത്രം, സത്യസന്ധമായ വാർത്തകൾക്ക് മനോരമ പത്രം, സത്യസന്ധമായ വാർത്തകൾക്ക് മനോരമ പത്രം എന്ന് പത്ര വിൽപ്പനക്കാരൻ വിളിച്ചുകൊണ്ട് പോകുന്നതായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അത് കേട്ട് ആൾക്കാർക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും, നിസ്സാരമായിട്ട് മനസ്സിലാവും. ആൾക്കാരെല്ലാം കൂടി ചിരിയോട് ചിരി. അപ്പോൾ ഇത് തീർച്ചയായിട്ടും മനോരമക്കാരറിഞ്ഞു, അതിൻ്റെ ഓണേഴ്സ് അറിഞ്ഞു. അവർ ചെയ്തത് ഗൂണ്ടകളെ വിട്ട് സാംബശിവനെ വെട്ടിക്കൊല്ലുക എന്നുള്ള കർമ്മമല്ല ചെയ്തത്, മറിച്ച് അവർക്കറിയാം സാംബശിവൻ്റെ ഒരു റീച്ച് എത്ര എന്നുള്ളത് ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന് അവർക്കറിയാം. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് കളിയായിട്ട് കേട്ടില്ല, പക്ഷെ ഭംഗ്യന്തരേണ വിമർശിക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അത് സാംബശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആരാധകരുള്ളവരാണ്. അവരെല്ലാവരും ഈ മനോരമയെ കളിയാക്കുന്നത് കേൾക്കും. തീർച്ചയായിട്ടും അത് മനോരമ പത്രത്തിന് ദോഷം ചെയ്യുമെന്ന് അവർക്കറിയാം, മനോരമ പത്രക്കാർക്കറിയാം. അവർ ഈ പത്രങ്ങൾക്ക് വലിയ നിയോഗങ്ങളുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അവർ ചെയ്ത ഇതാണ്, 56 വെട്ടി സാംബശിവനെ വെട്ടിക്കൊല്ലിയൊന്നും ചെയ്തില്ല, മറിച്ച് അവരുടെ ഏതോ ഒരു ഫങ്ഷന്, മാമൻ മാപ്പിളയുടെ ഏതാണ്ട് ചരമവാർഷികമോ അങ്ങനെ വന്നപ്പോൾ ശ്രീ സാംബശിവൻ്റെ കഥാപ്രസംഗം ബുക്ക് ചെയ്തു അവിടെ മനോരമയുടെ ആ ഫങ്ഷനിൽ കഥ പറയിച്ചു. എന്നിട്ട് പ്രതിഫലമൊക്കെ കൊടുത്തു. എന്നിട്ട് ഒരുപാട് പുസ്തകങ്ങൾ മനോരമയ്ക്ക് ഒരുപാട് പബ്ലിക്കേഷനൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കുറേ അധികം പുസ്തകങ്ങളൊക്കെ കൊടുത്തു. സന്തോഷമായിട്ട് ഈ മറ്റേ കാര്യം പറയല്ലേ എന്നൊന്നും പറഞ്ഞില്ല. അതാണ് അവർ ചെയ്തത്. അത് ശരിക്കും പറഞ്ഞ മനോരമ പത്ര ക്രിസ്ത്യൻസ് ആണല്ലോ, അപ്പോൾ അവർ ചെയ്തത് ഇതാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട. അതായത് ശത്രുക്കളോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അത് വലിയൊരു പുണ്യകർമ്മമാണ്. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ അമ്പലങ്ങളിൽ പോയി വഴിപാട് നടത്തുക, പിന്നെ അന്നദാനം നടത്തുക, അതിൻ്റെയൊക്കെ വേറൊരു രൂപമാണിത്. ശത്രുക്കളെ, ഞാൻ പറയുന്നതാണ്, പക്വതയില്ലാത്തവരാണ് ഈ ശത്രുക്കളായിട്ട് ഇത് പരിണമിക്കുന്നത്. അവർക്ക് ശിക്ഷയൊന്നും കൊടുക്കണ്ട, കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കുക. പറ്റുമെങ്കിൽ നല്ലൊരു ചിക്കൻ ബിരിയാണി തന്നെ വാങ്ങിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും ഈ പ്രപഞ്ചശക്തി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു എന്ന് പോലും പ്രപഞ്ചശക്തി അറിയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ അവരെ അവഗണിക്കുക, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സമ്മാനം കൊടുക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെ നമ്മൾ വലുതാവുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ശത്രു നമ്മളെ ദ്രോഹിക്കുമ്പോൾ തിരിച്ച് ഒരു പുഞ്ചിരിയോടെ അവർക്ക് വിജയാശംസകൾ നേരുക. ഓക്കെ. അത് തീർച്ചയായിട്ടും ഈശ്വരൻ കണക്കിലെടുക്കുക തന്നെ ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് ഗുണം കിട്ടുക തന്നെ ചെയ്യും. എന്തായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമസ്കാരം, ശുഭദിനം.